നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത് റിലേഷണൽ ഡേറ്റാബേസിനകത്തെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ നോർമലൈസേഷൻ വരെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റിലേഷണൽ ഡേറ്റാബേസ് ക്വറി ലാംഗ്വേജ് ആണ്. അതായത് SQL നെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ബേസിക് ആയിട്ട് റിലേഷണൽ ഡേറ്റാബേസിനകത്ത് നടത്തുന്ന ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് SQL ലാംഗ്വേജ് യൂസ് ചെയ്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബേസിക് SQL എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫുൾ ഫോം എന്താണ്? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. എന്തിനു വേണ്ടിയാണ് SQL യൂസ് ചെയ്യുന്നത്? റിലേഷണൽ ഡേറ്റാബേസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ SQL എന്ന് പറയുന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച രണ്ട് ലാംഗ്വേജുകൾ ഉണ്ടായിരുന്നു, റിലേഷണൽ ഓൾജിബ്രയും റിലേഷണൽ കാൽക്കുലസും. അപ്പൊ അത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ SQL എന്ന് പറയുന്ന ലാംഗ്വേജ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഡേറ്റാബേസിനകത്ത് ഡേറ്റകളെ ആഡ് ചെയ്യാനോ റിട്രീവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാംഗ്വേജുകളാണ് റിലേഷണൽ ഓൾജിബ്രയും റിലേഷണൽ കാൽക്കുലസും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കണ്ടുപിടിച്ചാണ് നമ്മുടെ SQL എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പൊ SQL എന്ന് പറയുന്ന ലാംഗ്വേജില് നമ്മുടെ റിലേഷണൽ ആൾജിബ്രയുടെയും റിലേഷണൽ കാൽക്കുലസിന്റെയും കുറച്ച് കൺസെപ്റ്റും കൂടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. SQL എന്ന് പറഞ്ഞാൽ SQL is a standard database language which is used to create, maintain and retrieve the relational database. Relational database നമുക്കറിയാം എന്താണ്? കളക്ഷൻ ഓഫ് റിലേഷൻസ് ആണ്. അതിനകത്ത് ഡേറ്റകളെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് റിലേഷന്റെ ഫോമിലാണ് അല്ലെങ്കിൽ ടേബിൾ ഫോമിലാണ് നമ്മൾ ഡേറ്റകളെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ടേബിൾ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റകളെ അങ്ങോട്ട് ഡേറ്റകൾ പുതിയതായിട്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ അവിടെയുള്ള ഡേറ്റകൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാനും അവിടെയുള്ള ഡേറ്റകളെ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് റിലേഷണൽ ഡേറ്റാബേസ് ക്വറി ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. നമ്മുടെ മൊഡ്യൂൾ തുടങ്ങുന്നതിന്റെ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് SQLന്റെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. The name SQL is presently expanded as structured query language. ആ കാര്യം ഓർത്തിരിക്കുക, ഫുൾ ഫോം എന്തെന്നുള്ള കാര്യം. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ SQLന്റെ ഒരു ഹിസ്റ്ററിയാണ്. അതായത് ഓരോ ഇയറിൽ ഓരോ വേരിയേഷൻസ് കണ്ടുപിടിച്ചിരിക്കുന്നതും അവയുടെയൊക്കെ പേരുകളും. പിന്നെ ആദ്യം SQL അറിയുന്ന പേരെന്ന് പറഞ്ഞാൽ SQL എന്നായിരുന്നു. സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ് ക്വറി ലാംഗ്വേജ് എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ആ കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ഓരോ വർഷവും പുതിയതായിട്ട് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്തിരിക്കുന്ന ഓരോ വേരിയേഷന്റെ പേരും ഇയറും ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക നിങ്ങളത്. ഇപ്പം നമ്മുടെ SQL യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളാണ് MySQL, Oracle, SQL Server, MS Access, അതുപോലെയുള്ള എല്ലാ ഡേറ്റാബേസ് ക്വറി ലാംഗ്വേജിന്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ SQL തന്നെയാണ്. നമ്മുടെ DBMSന്റെ ഒരു പാർട്ടാണ് SQL എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. SQL is a comprehensive database language. It has statements for data definitions, queries, updates. Hence, it is both a DDL and DML. നമ്മൾ നേരത്തെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോഴായിരുന്നു തോന്നുന്നു DBMS ലാംഗ്വേജസ് പഠിച്ചായിരുന്നു. അതിനകത്ത് DDL, DML, DCL, VDL, SDL അങ്ങനെ കുറെ ലാംഗ്വേജ് പഠിച്ചു. അപ്പൊ നമ്മുടെ SQLനകത്ത് വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയുണ്ട്? DDL വരുന്നുണ്ട്, DML വരുന്നുണ്ട്. അതായത് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജും വരുന്നുണ്ട്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജും വരുന്നുണ്ട്. ഇനി അത് കൂടാതെ ഇവിടെ എന്തൊക്കെ ചെയ്യാന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. ഫോർ ഡിഫൈനിങ് വ്യൂസ് ഓൺ ദ ഡേറ്റാബേസ്, ഫോർ സ്പെസിഫൈയിങ് സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ, ഫോർ ഡിഫൈനിങ് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, ഫോർ സ്പെസിഫൈയിങ് ട്രാൻസാക്ഷൻ കൺട്രോൾസ്. അപ്പൊ ഈ ഡേറ്റകളെ ഡിഫൈൻ ചെയ്യുന്നതും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും കൂടാതെ നമുക്ക് ഡേറ്റാബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് വ്യൂസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡേറ്റാബേസിനുള്ള സെക്യൂരിറ്റി കാര്യങ്ങൾ ചെയ്യാനായിട്ടും അതുപോലെ ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ റൂൾസ് സ്പെസിഫൈ ചെയ്യാനും ഡേറ്റാബേസിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനുമുള്ള കാര്യങ്ങൾ എവിടെയുണ്ട്? SQL എന്ന് പറയുന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിനകത്ത് ഉണ്ട്. ഇനി നമുക്ക് സിലബസിനകത്ത് പഠിക്കാനുള്ള ഒന്നാമത്തെ ടോപ്പിക്കാണ് SQL ഡേറ്റ ഡെഫിനിഷൻ. രണ്ടാമത്തെ ടോപ്പിക്കാണ് ഡേറ്റ ടൈപ്സ് ഇൻ SQL. അപ്പൊ ആദ്യമേ നമുക്ക് SQL ഡേറ്റ ഡെഫിനിഷൻ പഠിക്കാം. SQL uses the terms table, row and column for the former relational model terms relation, tuple and attribute. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ്? നമ്മൾ റിലേഷണൽ ഡേറ്റാബേസിനകത്ത് ടേബിളിനെ റിലേഷൻ എന്നും കോളത്തിനെ ആട്രിബ്യൂട്ട് എന്നും അതുപോലെ തന്നെ റോനെ ടപ്പിൾ എന്നുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ SQLിലോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും എന്തിലേക്ക് മാറും? ടേബിൾ, റോ, കോളം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ
പറയുന്നത്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. The main SQL command for data definition is the create statement, which can be used to create schema, tables, types, and domains, as well as other constructs such as views, assertions, and triggers. അതായത് ഡേറ്റ ഡെഫിനിഷൻ ആണ് ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു. നമ്മൾ SQL അത് ഡേറ്റ ഡെഫിനിഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ക്രിയേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഡേറ്റാബേസിനകത്തെ ഡേറ്റകളെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ക്രിയേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ യൂസ് ചെയ്ത് എന്തൊക്കെ ഡിഫൈൻ ചെയ്യാന്നാണ് പറയുന്നത്? സ്കീമയെ ഡിഫൈൻ ചെയ്യാം, ടേബിൾ അല്ലെങ്കിൽ റിലേഷനെ ഡിഫൈൻ ചെയ്യാം, ആട്രിബ്യൂട്ടുകളുടെ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യാം, അതുപോലെ തന്നെ ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് വരുന്ന ഡൊമൈൻസിനെ ഡിഫൈൻ ചെയ്യാം, അതുപോലെ തന്നെ വ്യൂസ് ഡിഫൈൻ ചെയ്യാം, അസേർഷൻ, ട്രിഗർ എന്ന് പറയുന്ന അഡ്വാൻസ് ആയിട്ടുള്ള കൺസെപ്റ്റുകളെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യമേ SQLനകത്ത് ഡേറ്റ ഡെഫിനിഷൻ സ്റ്റേറ്റ്മെന്റ് ആയ ക്രിയേറ്റ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് സ്കീമ, അതുപോലെ തന്നെ എന്താണ് കാറ്റലോഗ് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കണം. അപ്പൊ അതാണ് ആദ്യമായിട്ട് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സ്കീമ ആൻഡ് കാറ്റലോഗ് കൺസെപ്റ്റ്സ് ഇൻ SQL. An SQL schema is identified by a schema name and includes an authorization identifier to indicate the user or account who owns the schema, as well as descriptors for each element in the schema. Schema എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡേറ്റാബേസ് എന്ന് പറയുന്ന പേരാണ് സ്കീമ. ഒരു ഡേറ്റാബേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരുന്നതിന് പറയുന്ന പേരാണ് സ്കീമ എന്ന്. അതായത് ഡേറ്റാബേസിന്റെ നെയിം എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ആട്രിബ്യൂട്ടുകൾ എന്താണ്, അവയുടെ ടൈപ്പ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തു വരുന്ന ആ ഡീറ്റെയിൽസിന് പറയുന്ന പേരാണ് സ്കീമ എന്ന്. അപ്പൊ സ്കീമയ്ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയുണ്ട്? സ്കീമ നെയിം ഉണ്ട്, ഓതറൈസേഷൻ ഐഡന്റിഫയർ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ സ്കീമ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ യൂസർ കൊടുത്തിരിക്കുന്ന സ്കീമയ്ക്ക് കൊടുത്തിരിക്കുന്ന നെയിം എന്താണോ അതാണ് സ്കീമ നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓതറൈസേഷൻ ഐഡന്റിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കീമ എന്ന് പറഞ്ഞാല് ഏത് യൂസറിന്റെയാണ് അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഓതറൈസേഷൻ ഐഡന്റിഫയർ കൊടുത്തിരിക്കുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലോ, ഡിസ്ക്രിപ്റ്റേഴ്സിനകത്താണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡേറ്റാബേസിനകത്ത് എന്തൊക്കെ എലമെന്റ്സ് വരുന്നുണ്ടോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് വരുന്നത്. Schema elements include tables, types, constraints, views, domains, and other constructs that describe the schema. സ്കീമയ്ക്കകത്ത് വരുന്ന എലമെന്റുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒരു ഡേറ്റാബേസിനകത്ത് വരുന്ന ടേബിളുകൾ വരാം, ടൈപ്സ്, ആട്രിബ്യൂട്ടുകളുടെ ടൈപ്സ്, കൺസ്ട്രെയിൻസ്, എന്തെങ്കിലും റൂൾസ് ഉണ്ടെങ്കിൽ അവ, വ്യൂസ്, ആട്രിബ്യൂട്ടുകളുടെ മുഴുവൻ വാല്യൂസ്, ഡൊമൈൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് എവിടെ വരുന്നത്? സ്കീമയ്ക്കകത്ത് ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. സ്കീമ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡേറ്റാബേസ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഒരു ഡേറ്റാബേസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽ ആണ് സ്കീമ എന്ന് പറയുന്നത്. ഇനി സ്കീമ ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ക്രിയേറ്റ് സ്കീമ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ സ്കീമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ക്രിയേറ്റ് സ്കീമ കമ്പനി ഓതറൈസേഷൻ ജെ സ്മിത്ത്. അപ്പൊ ഇവിടെ നോക്കാം, ക്രിയേറ്റ് സ്കീമ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞ് കമ്പനി എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്? സ്കീമയുടെ നെയിം ആണ്. ഓതറൈസേഷൻ എന്ന് പറയുന്ന കീവേഡ് എന്തിനു വേണ്ടിയിട്ടാ? ഓതറൈസേഷനെ കാണിക്കാൻ വേണ്ടിട്ട്, അതായത് ആരുടെ, ഏത് യൂസറിന്റെ അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിൽ പെട്ടതാണ് ഈ സ്കീമ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ജെ സ്മിത്ത് എന്ന് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജെ സ്മിത്ത് എന്ന് പറയുന്ന ഒരു യൂസറിന്റെയാണ് കമ്പനി എന്ന് പറയുന്ന സ്കീമ എന്നുള്ളത്. ഇനി എല്ലാ യൂസേഴ്സിനും സ്കീമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഗ്രാന്റ് ചെയ്ത് കൊടുക്കുന്ന പ്രിവിലേജ് ഉള്ള യൂസേഴ്സിന് മാത്രമേ സ്കീമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് ആണ് കാറ്റലോഗ് എന്ന് പറയുന്നത്. കാറ്റലോഗ് ഈസ് എ കളക്ഷൻ ഓഫ് സ്കീമാസ്. കുറേയധികം സ്കീമുകളുടെ കളക്ഷൻ പറയുന്ന പേരാണ് കാറ്റലോഗ് എന്ന്. അപ്പൊ സ്കീമ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡേറ്റാബേസ് ആണ്. അപ്പൊ അതുപോലെയുള്ള കുറെ ഡിസ്ക്രിപ്ഷൻസിന്റെ കളക്ഷൻ പറയുന്ന പേരാണ് എന്ത്? കാറ്റലോഗ് എന്ന്. A catalog always contains a special schema called information schema, which provides information on all the schemas in the catalog and all the element descriptors in these schemas. അപ്പം കാറ്റലോഗ് എന്ന് പറയാൻ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? കളക്ഷൻ ഓഫ് സ്കീമയാണ്. ആ കാറ്റലോഗിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സ്കീമ എന്ന് പറയുന്ന ഒരു സ്കീമയായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കാറ്റലോഗിനകത്ത് വരുന്ന സ്കീമുകളെ പറ്റിയിട്ടും ആ കാറ്റലോഗിനകത്ത് എലമെന്റ്സിനെ പറ്റിയിട്ടും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ
ഇൻഫർമേഷൻ സ്കീമ എന്ന് പറഞ്ഞൊരു സ്കീമ മാറ്റി വെച്ചിരിക്കുന്നത്. കാറ്റലോഗിനകത്ത് വരുന്ന സ്കീമാസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കൊടുക്കാനും ആ ഓരോ സ്കീമയ്ക്കകത്തും അല്ലെങ്കിൽ കാറ്റലോഗിനകത്തും വരുന്ന എലമെന്റ്സിനെ പറ്റിയുള്ള ഡീറ്റെയിലിംഗ് കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഇൻഫർമേഷൻ സ്കീമ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് കാറ്റലോഗും സ്കീമ എന്നും പറഞ്ഞാൽ. ഇനിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് SQLനകത്തെ ഡാറ്റ ഡെഫിനിഷൻ സ്റ്റേറ്റ്മെന്റ് ആയ ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. The create table command is used to specify a new relation by giving it a name and specifying its attributes and initial constraints. എങ്ങനെയാണ് ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന ഡാറ്റ ഡെഫിനിഷൻ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഡാറ്റാബേസിനകത്ത് പുതിയൊരു റിലേഷൻ അല്ലെങ്കിൽ പുതിയൊരു ടേബിള് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിന്റാക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അതിനകത്ത് ആ ടേബിളിന്റെ അല്ലെങ്കിൽ റിലേഷന്റെ നെയിം ഉണ്ടായിരിക്കണം. ആ റിലേഷനകത്ത് എത്ര ആട്രിബ്യൂട്ടുകൾ ഉണ്ടോ അവയെല്ലാം സ്പെസിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അവയെ ഫോളോ ചെയ്ത് കൺസ്ട്രെയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയും കൂടെ സ്പെസിഫൈ ചെയ്യണം. കൊടുത്തിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആദ്യമേ എന്ത് ചെയ്യണം? നമ്മുടെ ആട്രിബ്യൂട്ടുകളുടെ നെയിം സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ആട്രിബ്യൂട്ടിന്റെ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുക. നമ്പർ ആണോ ക്യാരക്ടർ ആണോ അങ്ങനെയുള്ള ഡാറ്റ ടൈപ്പിനെ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ആട്രിബ്യൂട്ടിന് എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ നോട്ട് നല്ലോ അല്ലെങ്കിൽ പ്രൈമറി കീയോ അങ്ങനെയുള്ള എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് സ്പെസിഫൈ ചെയ്യുക. അപ്പൊ ഇതാണ് ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ. ഇനി ഈ കൂടെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് കീസ്, അതായത് പ്രൈമറി കീ അല്ലെങ്കിൽ ഫോറിൻ കീ അങ്ങനെയുള്ള കീസ് നമ്മൾ ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവയൊന്നും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓൾട്ടർ ടേബിൾ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് വഴി ഇവയെ ഇൻക്ലൂഡ് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങളും കൂടെ ഓർത്ത് വെക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി. ഇവിടെ എംപ്ലോയി എന്ന് പറയുന്ന ഒരു റിലേഷൻ ആണ് അല്ലെങ്കിൽ ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കമ്പനി സ്കീമയുടെ ഒരു പാർട്ട് ആയിട്ടാണ് എംപ്ലോയി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കീമയുടെ നെയിമിന്റെ കൂടെ പുതിയ റിലേഷനെ ക്രിയേറ്റ് ചെയ്യാന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ക്രിയേറ്റ് ടേബിൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾസിന് പറയുന്ന പേരാണ് ബേസ് ടേബിൾസ്. ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾസിനെല്ലാം പറയുന്ന പേരാണ് ബേസ് ടേബിൾസ് അല്ലെങ്കിൽ ബേസ് റിലേഷൻസ്. ഈ തന്നിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ്. നോക്കുക, ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി. ഇവിടെ ടേബിളിന്റെ അല്ലെങ്കിൽ റിലേഷന്റെ പേരാണ് എന്ത്? എംപ്ലോയി. ഇനി നമ്മുടെ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ആദ്യം എന്ത് കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ആട്രിബ്യൂട്ട് ആദ്യം കൊടുക്കുക, രണ്ടാമത് ആട്രിബ്യൂട്ടിന്റെ ടൈപ്പ് കൊടുക്കുക, പിന്നെ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അവ കൊടുക്കുക. അപ്പൊ നമ്മുടെ ആട്രിബ്യൂട്ടിന്റെ ഒന്നാമത്തെ ആട്രിബ്യൂട്ട് ആയിട്ടുള്ള നമ്മൾ എസ് നെയിം കൊടുത്തു. അതിന്റെ ടൈപ്പ് നമ്മൾ varchar എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. അതിന്റെ ഡൊമൈനകത്ത് എത്ര വാല്യൂ വരണം? 15 ക്യാരക്ടേഴ്സേ പോസിബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ വാല്യൂ കൊടുത്തു, ലിമിറ്റ് കൊടുത്തു. കൺസ്ട്രെയിന്റ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള വരുന്നതാണ്, അത് നോട്ട് നൾ ആയിട്ട് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ആട്രിബ്യൂട്ടുകളും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിന്റെ പ്രൈമറി കീ ആയിട്ട് നമ്മൾ SSN എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിന്റെയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ അത് നമ്മൾ കൺസ്ട്രെയിന്റ് ആയിട്ട് കൊടുത്തു. ഇത്രയാണ് ഒന്നാമത്തെ ടേബിളിനകത്ത് വരുന്നത്, എംപ്ലോയി എന്ന് പറയുന്ന ഒന്നാമത്തെ ടേബിളിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ പ്രൈമറി കീയും ഫോറിൻ കീയും കൂടെ കൊടുത്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു പുതിയ റിലേഷൻ, ആ റിലേഷനകത്തെ ആട്രിബ്യൂട്ടുകളും അവയുടെ ടൈപ്പും കൺസ്ട്രെയിന്റ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. പ്രൈമറി കീ ആയിട്ട് പി നമ്പർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ സെറ്റ് ചെയ്തു. ഇനി ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് നോക്കിയേ? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന റിലേഷന്റെ പ്രൈമറി കീ ആയിട്ടുള്ള ഡി നമ്പറിനെയാണ് ഇവിടെ ഫോറിൻ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രൈമറി കീ, ഫോറിൻ കീ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെ തന്നെ കൊടുക്കാം? ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് കൊടുക്കാം. ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ക്രിയേറ്റ് ടേബിൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് ടപ്പിൾസ് കൊടുക്കുന്ന ഒരു ഓർഡർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്ന ഓർഡർ ഉണ്ടല്ലോ, അത് തന്നെയായിരിക്കും അതിന്റെ ഒറിജിനൽ ഓർഡർ എന്ന് പറയുന്നത്. ടേബിൾ ക്രിയേറ്റ് ആയിട്ട് വരുമ്പോഴുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ടേബിൾ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ ആട്രിബ്യൂട്ടുകൾ ഡിഫൈൻ ചെയ്യുന്ന ആ ഓർഡർ തന്നെയായിരിക്കും ടേബിളിനകത്തും ആ കോളംസിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് SQL ഡാറ്റ ഡെഫിനിഷനകത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത ടോപ്പിക്ക് ഡാറ്റ ടൈപ്സ് ആണ്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം.